പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ. ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ. ഞാൻ ഡാനിയലച്ചൻ. വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും മനോഹരമായൊരു യാത്ര ബൈബിളിലൂടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് 360-ാമത്തെ ദിവസം. ഇന്നത്തെ വായനാഭാഗങ്ങൾ: വെളിപാട് പുസ്തകം അധ്യായങ്ങൾ 4 മുതൽ 7 വരെ, തീത്തോസിൻ്റെ ലേഖനം അധ്യായങ്ങൾ 1 മുതൽ 3 വരെ, സുഭാഷിതങ്ങൾ 31-ാം അധ്യായം വാക്യങ്ങൾ 10 മുതൽ 15 വരെ. നമുക്ക് വചനം വായിക്കാം. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. വെളിപാട് അധ്യായം 4. സ്വർഗദർശനം. ഇതിനുശേഷം ഞാൻ കണ്ടു, ഇതാ സ്വർഗത്തിൽ തുറന്നിട്ട ഒരു വാതിൽ. കാഹളം പോലെ എന്നോട് സംസാരിക്കുന്നതായി ഞാൻ കേട്ട ആദ്യത്തെ സ്വരം പറഞ്ഞു, ഇങ്ങോട്ട് കയറി വരൂ. ഇവയ്ക്ക് ശേഷം സംഭവിക്കേണ്ടവ നിനക്ക് ഞാൻ കാണിച്ചു തരാം. പെട്ടെന്ന് ഞാൻ ആത്മാവിലായി. ഇതാ സ്വർഗത്തിൽ ഒരു സിംഹാസനം ഒരുക്കപ്പെട്ടിരിക്കുന്നു. സിംഹാസനത്തിൽ ഒരുവൻ ഉപവിഷ്ടനും. സിംഹാസനസ്ഥൻ കാഴ്ചയിൽ സൂര്യകാന്തം പോലെയും മാണിക്യം പോലെയും, സിംഹാസനത്തിന് ചുറ്റും കാഴ്ചയിൽ മരതകം പോലെയുള്ള ഒരു മഴവില്ലും. സിംഹാസനത്തിന് ചുറ്റും 24 സിംഹാസനങ്ങൾ. ഈ സിംഹാസനങ്ങളിൽ ധവള വസ്ത്രധാരികളായ 24 ശ്രേഷ്ഠന്മാർ. അവരുടെ ശിരസിൽ സ്വർണ്ണക്കിരീടങ്ങൾ. സിംഹാസനത്തിൽ നിന്ന് മിന്നൽ പിണരുകളും ശബ്ദങ്ങളും ഇടിമുഴക്കങ്ങളും പുറപ്പെടുന്നു. സിംഹാസനത്തിനു മുമ്പിൽ ജ്വലിക്കുന്ന 7 തീപ്പന്തങ്ങൾ. ഇവ ദൈവത്തിൻ്റെ സപ്താത്മാക്കളാണ്. സിംഹാസനത്തിനു മുമ്പിൽ പളുങ്ക് സമാനമായ കണ്ണാടി കടൽ പോലെ. സിംഹാസനത്തിൻ്റെ മധ്യത്തിലും ചുറ്റുമായി 4 ജീവികൾ. അവയ്ക്ക് മുമ്പിലും പിമ്പിലും നിറയെ കണ്ണുകൾ. ഒന്നാമത്തെ ജീവി സിംഹത്തെ പോലെ, രണ്ടാമത്തെ ജീവി കാളയെപ്പോലെ, മൂന്നാമത്തെ ജീവി മനുഷ്യൻ്റേതുപോലെ മുഖമുള്ളത്, നാലാമത്തെ ജീവി പറക്കുന്ന കഴുകനെ പോലെ. ഈ 4 ജീവികളും 6 ചിറകുകൾ വീതമുള്ളവർ. ചുറ്റും ഉള്ളിലും നിറയെ കണ്ണുകൾ. രാപകൽ ഇടപെടാതെ അവ ഉദ്ഘോഷിക്കുന്നു, ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആ ജീവികൾ എന്നും എന്നേക്കും ജീവിക്കുന്നവനായ സിംഹാസനസ്ഥന് മഹത്വവും ബഹുമാനവും കൃതജ്ഞതയും നൽകിയപ്പോഴെല്ലാം ആ 24 ശ്രേഷ്ഠന്മാർ സിംഹാസനസ്ഥൻ്റെ മുമ്പിൽ വീണ് എന്നും എന്നേക്കും ജീവിക്കുന്നവനെ സാഷ്ടാംഗം പ്രണമിക്കുകയും തങ്ങളുടെ കിരീടങ്ങൾ സിംഹാസനത്തിന് മുമ്പിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയും ചെയ്തിരുന്നു: ഞങ്ങളുടെ ദൈവവും കർത്താവുമായ അങ്ങ് മഹത്വവും ബഹുമാനവും ശക്തിയും സ്വീകരിക്കാൻ അർഹനാണ്. എന്തെന്നാൽ അങ്ങ് സർവ്വവും സൃഷ്ടിച്ചു. അങ്ങയുടെ ഹിതത്താൽ അവ ഉണ്ടാകുകയും സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. വെളിപാട് അധ്യായം 5. മുദ്രിത ഗ്രന്ഥവും കുഞ്ഞാടും. സിംഹാസനസ്ഥൻ്റെ വലം കൈയിൽ അകത്തും പുറത്തും എഴുതപ്പെട്ടതും 7 മുദ്രകളാൽ മുദ്രിതവുമായ ഒരു ചുരുൾ ഞാൻ കണ്ടു. ശക്തനായ ഒരു ദൂതനെയും ഞാൻ കണ്ടു. അവൻ ഉച്ചസ്വരത്തിൽ ഉദ്ഘോഷിക്കുന്നു: ഈ ചുരുൾ നിവർത്താനും ഇതിൻ്റെ മുദ്രകൾ പൊട്ടിക്കാനും യോഗ്യനാര്? എന്നാൽ സ്വർഗത്തിലോ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ഉള്ള ആർക്കും ഈ ചുരുൾ നിവർത്താനോ അതിലേക്ക് നോക്കാനോ കഴിഞ്ഞില്ല. ചുരുൾ നിവർത്താനോ അതിലേക്ക് നോക്കാനോ യോഗ്യനായി ആരെയും കണ്ടെത്താത്തതിനാൽ ഞാൻ ഏറെ കരഞ്ഞു. അപ്പോൾ ശ്രേഷ്ഠന്മാരിൽ ഒരാൾ എന്നോട് പറഞ്ഞു, കരയണ്ട. ഇതാ യൂദാ വംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിൻ്റെ വേരും ആയവൻ വിജയിച്ചിരിക്കുന്നു. അവന് ചുരുളും അതിൻ്റെ 7 മുദ്രകളും തുറക്കാൻ കഴിയും. അപ്പോൾ സിംഹാസനത്തിൻ്റെയും 4 ജീവികളുടെയും നടുവിൽ, ശ്രേഷ്ഠന്മാരുടെ നടുവിൽ കൊല്ലപ്പെട്ട പോലെ നിൽക്കുന്ന ഒരു കുഞ്ഞാടിനെ ഞാൻ കണ്ടു. അവന് 7 കൊമ്പും 7 കണ്ണും ഉണ്ട്. ഈ കണ്ണുകൾ ലോകമെമ്പാടും അയക്കപ്പെട്ട ദൈവത്തിൻ്റെ 7 ആത്മാക്കളാണ്. അവൻ ചെന്ന് സിംഹാസനസ്ഥൻ്റെ വലങ്കയിൽ നിന്ന് ചുരുൾ എടുത്തു. അവൻ ചുരുളെടുത്തപ്പോൾ 4 ജീവികളും 24 ശ്രേഷ്ഠന്മാരും കുഞ്ഞാടിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചു. ഓരോരുത്തരും കിന്നരവും വിശുദ്ധരുടെ പ്രാർത്ഥനകളാകുന്ന പരിമളദ്രവ്യം നിറഞ്ഞ സ്വർണ്ണ കലശങ്ങളും വഹിച്ചിരുന്നു. അവർ ഒരു നവ്യഗാനം ആലപിച്ചു: ചുരുളെടുക്കാനും അതിൻ്റെ മുദ്രകൾ തുറക്കാനും നീ യോഗ്യനാണ്. എന്തെന്നാൽ നീ വധിക്കപ്പെടുകയും നിന്റെ രക്തം കൊണ്ട് ഓരോ ഗോത്രത്തിലും ഭാഷയിലും ജനത്തിലും ജനതയിലും നിന്നുള്ളവരെ ദൈവത്തിനു വേണ്ടി വിലയ്ക്ക് വാങ്ങുകയും ചെയ്തു. നീ അവരെ നമ്മുടെ ദൈവത്തിന് രാജ്യവും പുരോഹിതന്മാരുമാക്കി അവർ ഭൂമിയിൽ ഭരണം നടത്തും. പിന്നെ ഞാൻ നോക്കി, സിംഹാസനത്തിൻ്റെയും ജീവികളുടെയും ശ്രേഷ്ഠന്മാരുടെയും ചുറ്റും അനേകം ദൂതന്മാരുടെ സ്വരം ഞാൻ കേട്ടു. അവരുടെ എണ്ണം 10,000-ങ്ങളുടെ 10,000-ങ്ങളും 1000-ങ്ങളുടെ 1000-ങ്ങളുമായിരുന്നു. ഉച്ചസ്വരത്തിൽ അവർ പറഞ്ഞു, കൊല്ലപ്പെട്ട കുഞ്ഞാട്
ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തുതിയും സ്വീകരിക്കാൻ യോഗ്യനാണ്. ഓരോ സൃഷ്ടിയും സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്കടിയിലും സമുദ്രത്തിലും ഉള്ളവയെല്ലാം പറയുന്നത് ഞാൻ കേട്ടു, സിംഹാസനസ്ഥനും കുഞ്ഞാടിനും എന്നും എന്നേക്കും സ്തുതിയും ബഹുമാനവും മഹത്വവും ശക്തിയും. 4 ജീവികളും പ്രതിവചിച്ചു, ആമേൻ. ശ്രേഷ്ഠന്മാർ സാഷ്ടാംഗം വീണ് ആരാധിച്ചു. വെളിപാട് അധ്യായം 6. 6 മുദ്രകൾ തുറക്കുന്നു. അനന്തരം ഞാൻ കണ്ടു, കുഞ്ഞാട് ആ 7 മുദ്രകളിൽ ഒന്ന് തുറന്നപ്പോൾ ആ 4 ജീവികളിലൊന്ന് ഇടിനാദം പോലുള്ള സ്വരത്തിൽ പറയുന്നത് ഞാൻ കേട്ടു, വരിക. ഞാൻ കണ്ടു, ഇതാ ഒരു വെള്ളക്കുതിര, അതിൻ്റെ പുറത്ത് വില്ലുമായിരിക്കുന്ന ഒരുവൻ. അവന് ഒരു കിരീടം നൽകപ്പെട്ടു. അവൻ വിജയിച്ചുകൊണ്ടും വിജയിക്കാനായും പുറപ്പെട്ടു. അവൻ 2ാമത്തെ മുദ്ര തുറന്നപ്പോൾ 2ാമത്തെ ജീവി പറയുന്നത് ഞാൻ കേട്ടു, വരിക. അപ്പോൾ തീനിറമുള്ള മറ്റൊരു കുതിര പുറപ്പെട്ടു. മനുഷ്യർ പരസ്പരം ഹിംസിക്കുമാറ് ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തുകളയാൻ കുതിരപ്പുറത്തിരുന്നവന് അധികാരം നൽകപ്പെട്ടു. അവന് ഒരു വലിയ വാളും നൽകപ്പെട്ടു. അവൻ 3ാമത്തെ മുദ്ര തുറന്നപ്പോൾ 3ാമത്തെ ജീവി പറയുന്നത് ഞാൻ കേട്ടു, വരിക. ഞാൻ കണ്ടു, ഇതാ ഒരു കറുത്ത കുതിര, അതിൻ്റെ പുറത്തിരിക്കുന്നവൻ്റെ കയ്യിൽ ഒരു തുലാസ്. ആ 4 ജീവികളുടെയും മധ്യത്തിൽ നിന്ന് പറയുന്ന ഒരു സ്വരം പോലെ ഞാൻ കേട്ടു, 1 ധനാറയ്ക്ക് ഇടങ്ങഴി ഗോതമ്പ്, 1 ധനാറയ്ക്ക് 3 ഇടങ്ങഴി ബാർലി, എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത്. അവൻ 4ാമത്തെ മുദ്ര തുറന്നപ്പോൾ 4ാമത്തെ ജീവിയുടെ സ്വരം ഞാൻ കേട്ടു, വരിക. ഞാൻ കണ്ടു, ഇതാ വിളറിയ ഒരു കുതിര, അതിൻ്റെ പുറത്തിരിക്കുന്നവൻ്റെ പേര് മരണം. പാതാളം അവനെ പിന്തുടരുന്നു. വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും ഭൂമിയിലെ വന്യമൃഗങ്ങളെ കൊണ്ടും സംഹാരം നടത്താൻ ഭൂമിയുടെ 4/1 അവർക്ക് അധികാരം നൽകപ്പെട്ടു. അവൻ 5ാമത്തെ മുദ്ര തുറന്നപ്പോൾ ദൈവവചനത്തെ പ്രതിയും തങ്ങളുടെ സാക്ഷ്യത്തെ പ്രതിയും വധിക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ബലിപീഠത്തിന് കീഴിൽ ഞാൻ കണ്ടു. വലിയ സ്വരത്തിൽ അവർ വിളിച്ചു പറഞ്ഞു, പരിശുദ്ധനും സത്യവാനുമായ നാഥ, അങ്ങ് എത്രത്തോളം ഭൂമിയിൽ വസിക്കുന്നവരുടെ മേൽ ന്യായവിധി നടത്താതെയും ഞങ്ങളുടെ രക്തത്തിന് പ്രതികാരം ചെയ്യാതെയും ഇരിക്കും. അവർക്ക് ഓരോരുത്തർക്കും വെള്ളയങ്കി നൽകപ്പെട്ടു. അവരെപ്പോലെ വധിക്കപ്പെടാനിരുന്ന സഹദാസരുടെയും സഹോദരന്മാരുടെയും എണ്ണം തികയുന്നതുവരെ അല്പസമയം കൂടി വിശ്രമിക്കാൻ അവർക്ക് നിർദ്ദേശം നൽകപ്പെട്ടു. അവൻ 6ാമത്തെ മുദ്ര തുറന്നപ്പോൾ ഞാൻ കണ്ടു, വലിയ ഒരു ഭൂകമ്പമുണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുപ്പായി, ചന്ദ്രനാകെ രക്തം പോലെയായി. കൊടുങ്കാറ്റിൽ ആടിയുലയുന്ന അത്തിവൃക്ഷത്തിൽ നിന്ന് പച്ചക്കായകൾ പൊഴിയുന്ന പോലെ ആകാശ നക്ഷത്രങ്ങൾ ഭൂമിയിൽ പതിച്ചു. തെറുത്തുമാറ്റിയ ചുരുൾ പോലെ ആകാശം വിഭജിക്കപ്പെട്ടകന്നു. എല്ലാ പർവ്വതങ്ങളും ദ്വീപുകളും അവയുടെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റപ്പെട്ടു. ഭൂമിയിലെ രാജാക്കന്മാരും പ്രമുഖന്മാരും സൈന്യാധിപന്മാരും ധനികരും പ്രബലരും എല്ലാ അടിമകളും സ്വതന്ത്രരും ഗുഹകളിലും പാറക്കെട്ടുകളിലും ഒളിച്ചു. അവർ മലകളോടും പാറകളോടും വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ മേൽ വീഴുവിൻ. സിംഹാസനസ്ഥൻ്റെ ദൃഷ്ടിയിൽ നിന്നും കുഞ്ഞാടിൻ്റെ ക്രോധത്തിൽ നിന്നും ഞങ്ങളെ മറയ്ക്കുവിൻ. എന്തെന്നാൽ അവരുടെ ക്രോധത്തിൻ്റെ മഹാദിനം വന്നു കഴിഞ്ഞു. ആർക്ക് നിൽക്കാൻ കഴിയും? വെളിപാട് അധ്യായം 7. സംരക്ഷണ മുദ്ര. ഇതിനുശേഷം ഭൂമിയുടെ 4 കോണുകളിലും നിൽക്കുന്ന 4 ദൂതന്മാരെ ഞാൻ കണ്ടു. കരയിലോ കടലിലോ വൃക്ഷങ്ങളിലോ വീശാതിരിക്കാൻ ഭൂമിയിലെ 4 കാറ്റുകളെയും അവർ പിടിച്ചു നിർത്തിയിരുന്നു. ജീവിക്കുന്ന ദൈവത്തിൻ്റെ മുദ്രയുമായി സൂര്യനുദിക്കുന്ന ദിക്കിൽ നിന്ന് ഉയർന്നു വരുന്ന വേറൊരു ദൂതനെ ഞാൻ കണ്ടു. കരയ്ക്കും കടലിനും നാശം ചെയ്യാൻ അധികാരം നൽകപ്പെട്ട ആ 4 ദൂതന്മാരോടും അവൻ ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ നമ്മുടെ ദൈവത്തിൻ്റെ ദാസരുടെ നെറ്റിത്തടത്തിൽ മുദ്ര കുത്തിത്തീരുവോളം നിങ്ങൾ കരയ്ക്കോ കടലിനോ വൃക്ഷങ്ങൾക്കോ നാശം ചെയ്യരുത്. മുദ്രിതരുടെ എണ്ണം ഞാൻ കേട്ടു. ഇസ്രായേൽ മക്കളുടെ എല്ലാ ഗോത്രങ്ങളിലും നിന്ന് മുദ്രിതരായവർ 144,000. യൂദാ ഗോത്രത്തിൽ നിന്ന് മുദ്രിതർ 12,000. റൂബൻ ഗോത്രത്തിൽ നിന്ന് 12,000. ഗാദ് ഗോത്രത്തിൽ നിന്ന് 12,000. ആഷേർ ഗോത്രത്തിൽ നിന്ന് 12,000. നഫ്താലി ഗോത്രത്തിൽ നിന്ന് 12,000. മനാസെ ഗോത്രത്തിൽ നിന്ന് 12,000. ശിമയോൻ ഗോത്രത്തിൽ നിന്ന് 12,000. ലേവി ഗോത്രത്തിൽ നിന്ന് 12,000. ഇസാക്കർ ഗോത്രത്തിൽ നിന്ന് 12,000. സെബുലൂൺ ഗോത്രത്തിൽ നിന്ന് 12,000. ജോസഫ് ഗോത്രത്തിൽ നിന്ന് 12,000. ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് മുദ്രിതർ 12,000. വിശുദ്ധരുടെ പ്രതിഫലം. ഇതിനുശേഷം ഞാൻ കണ്ടു, ഇതാ എണ്ണിത്തിട്ടപ്പെടുത്താൻ ആർക്കും സാധിക്കാത്ത വലിയൊരു ജനക്കൂട്ടം. അവർ സകല ജനതകളിലും ഗോത്രങ്ങളിലും ജനങ്ങളിലും ഭാഷകളിലും നിന്നുള്ളവർ. അവർ വെള്ളയങ്കി അണിഞ്ഞ് അവരുടെ കൈകളിൽ കുരുത്തോലയുമായി സിംഹാസനത്തിന് മുമ്പിലും കുഞ്ഞാടിൻ്റെ മുമ്പിലും നിന്നിരുന്നു.
അവർ ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, രക്ഷ സിംഹാസനസ്ഥനായ നമ്മുടെ ദൈവത്തിൻ്റേതും കുഞ്ഞാടിൻ്റേതും. ദൂതന്മാരെല്ലാം സിംഹാസനത്തിനും ശ്രേഷ്ഠന്മാർക്കും 4 ജീവികൾക്കും ചുറ്റും നിന്നു. അവർ സിംഹാസനത്തിന് മുമ്പിൽ കമിഴ്ന്നു വീണ് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പറഞ്ഞു, ആമേൻ. നമ്മുടെ ദൈവത്തിന് സ്തുതിയും മഹത്വവും ജ്ഞാനവും കൃതജ്ഞതയും ബഹുമാനവും അധികാരവും ശക്തിയും ബലവും എന്നും എന്നേക്കും ആമേൻ. ശ്രേഷ്ഠന്മാരിൽ ഒരുവൻ എന്നോട് ചോദിച്ചു, വെള്ളയങ്കി അണിഞ്ഞ ഇവർ ആരാണ്? ഇവർ എവിടെ നിന്ന് വരുന്നു? ഞാൻ അവനോട് പറഞ്ഞു, എൻ്റെ പ്രഭു, അങ്ങേക്കറിയാമല്ലോ. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ഇവരാണ് വലിയ ക്ലേശത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കികൾ കഴുകി വെളുപ്പിച്ചവർ. അതുകൊണ്ട് ഇവർ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിലായിരിക്കുകയും അവിടുത്തെ ആലയത്തിൽ രാപകൽ അവിടുത്തെ ആരാധിക്കുകയും ചെയ്യുന്നു. സിംഹാസനസ്ഥൻ അവർക്ക് മേൽ തൻ്റെ കൂടാരം വിരിക്കും. ഇനി ഒരിക്കലും അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ല. വെയിലോ ചൂടോ അവരുടെ മേൽ പതിക്കുകയില്ല. എന്തെന്നാൽ സിംഹാസന മധ്യത്തിലിരിക്കുന്ന കുഞ്ഞാട് അവരെ മേയിക്കുകയും ജീവജലത്തിൻ്റെ ഉറവുകളിലേക്ക് നയിക്കുകയും ചെയ്യും. ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീരെല്ലാം തുടച്ചു നീക്കും. തീത്തോസ് അധ്യായം 1. അഭിവാദനം. ദൈവത്തിൻ്റെ ദാസനും യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തോലനുമായ പൗലോസ്, ദൈവം തെരഞ്ഞെടുത്തവരുടെ വിശ്വാസവും ദൈവഭക്തിക്ക് ചേർന്ന സത്യത്തിൻ്റെ ജ്ഞാനവും വ്യാജം പറയാത്തവനായ ദൈവം കാലാതീതമായി വാഗ്ദാനം ചെയ്തിട്ടുള്ള നിത്യജീവൻ്റെ പ്രത്യാശയും വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ കൽപ്പനയാൽ ഈ പ്രഘോഷണത്തിന് നിയുക്തനായിരിക്കുന്ന ഞാൻ തക്ക സമയത്ത് തൻ്റെ വചനത്തിൻ്റെ പ്രഘോഷണം വഴി വെളിപ്പെടുത്തിയിട്ടുള്ളതാണിത്. നാം പങ്കുചേരുന്ന വിശ്വാസം വഴി എൻ്റെ ഉത്തമപുത്രനായ തീത്തോസിന് എഴുതുന്നു. പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ രക്ഷകനായ ക്രിസ്തു യേശുവിൽ നിന്നും കൃപയും സമാധാനവും. ക്രേത്തയിലെ ദൗത്യം. ഞാൻ നിന്നെ ക്രേത്തയിൽ വിട്ടിട്ടു പോന്നത് നീ അവിടുത്തെ കുറവുകളെല്ലാം പരിഹരിക്കുന്നതിനും ഞാൻ നിർദ്ദേശിച്ച വിധം എല്ലാ പട്ടണങ്ങളിലും ശ്രേഷ്ഠന്മാരെ നിയമിക്കുന്നതിനുമാണ്. ശ്രേഷ്ഠൻ കുറ്റമറ്റവനും ഏകഭാര്യയുടെ ഭർത്താവുമായിരിക്കണം. സന്താനങ്ങൾ വിശ്വാസികളും ദുർവൃത്തി, അനുസരണക്കേട് എന്നീ ദുരാരോപണങ്ങൾ ഇല്ലാത്തവരുമായിരിക്കണം. മെത്രാൻ ദൈവത്തിൻ്റെ കാര്യസ്ഥൻ എന്ന നിലയ്ക്ക് കുറ്റമറ്റവനായിരിക്കണം. ഗർവിഷ്ഠനോ ക്ഷിപ്രകോപിയോ മദ്യപനോ അക്രമാസക്തനോ ലാഭകൊതിയനോ ആയിരിക്കരുത്. മറിച്ച് അവൻ അതിഥി സൽക്കാരത്തിൽ തൽപരനും നന്മയോട് പ്രതിപത്തിയുള്ളവനും വിവേകിയും നീതിനിഷ്ഠനും പുണ്യശീലനും ആത്മനിയന്ത്രണം പാലിക്കുന്നവനും ആയിരിക്കണം. അന്യൂനമായ പ്രബോധനം നൽകാനും അതിനെ എതിർക്കുന്നവരെ ബോധ്യപ്പെടുത്താനും കഴിയേണ്ടതിന് അവൻ വിശ്വസ്ത വചനത്തിൻ്റെ അഭ്യസനം മുറുകെ പിടിക്കണം. എന്തെന്നാൽ ധിക്കാരികളും വ്യർത്ഥഭാഷികളും വഞ്ചകരുമായ ഒട്ടേറെ ആളുകൾ അവിടെയുണ്ട്, പ്രത്യേകിച്ച് പരിച്ഛേദനവാദികൾ. അവരെ നിശബ്ദരാക്കേണ്ടിയിരിക്കുന്നു. നീചമായ ലാഭം ഉന്നം വെച്ചുകൊണ്ട് പഠിപ്പിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് മുഖേന അവർ കുടുംബങ്ങളൊന്നാകെ തകിടം മറിക്കുന്നു. അവരുടെ കൂട്ടത്തിൽ ഒരാൾ, അവരുടെ തന്നെ ഒരു പ്രവാചകൻ, ഇപ്രകാരം പറയുകയുണ്ടായി: ക്രേത്യർ എല്ലായ്പ്പോഴും നുണയരും ദുഷ്ടമൃഗങ്ങളും അലസരായ ഭോജനപ്രിയരുമാണ്. ഈ സാക്ഷ്യം സത്യസന്ധമാണ്. അവർ വിശ്വാസത്തിൽ അന്യൂന്യരായിരിക്കുന്നതിന് നീ അവരെ കർക്കശമായി ശാസിക്കുക. അതിനാൽ യഹൂദരുടെ കെട്ടുകഥകൾക്കും സത്യം നിഷേധിക്കുന്നവരുടെ നിർദ്ദേശങ്ങൾക്കും ചെവി കൊടുക്കരുത്. നിർമ്മല ഹൃദയർക്ക് എല്ലാം നിർമ്മലമാണ്. എന്നാൽ മലിനഹൃദയർക്കും അവിശ്വാസികൾക്കും ഒന്നും നിർമ്മലമല്ല. അവരുടെ മനസ്സും മനസാക്ഷിയും ദുഷിച്ചതാണ്. തങ്ങൾ ദൈവത്തെ അറിയുന്നു എന്നവർ പ്രഖ്യാപിക്കുന്നു, എന്നാൽ പ്രവൃത്തികൾ വഴി അവിടുത്തെ നിഷേധിക്കുന്നു. അവർ നിന്ദ്യരും അനുസരണമില്ലാത്തവരും ഒരു സൽപ്രവൃത്തിക്കും യോഗ്യതയില്ലാത്തവരുമാണ്. തീത്തോസ് അധ്യായം 2. നിർദ്ദേശങ്ങൾ. അന്യൂന്യമായ പ്രബോധനത്തിനിണങ്ങിയ കാര്യങ്ങൾ നീ പറയുക. പ്രായം ചെന്ന പുരുഷന്മാർ മിതത്വം പാലിക്കുന്നവരും ഗൗരവബുദ്ധികളും വിവേകികളും വിശ്വാസത്തിലും സ്നേഹത്തിലും സഹനശേഷിയിലും തികവുള്ളവരുമായിരിക്കാൻ നീ ഉപദേശിക്കുക. അതുപോലെ പ്രായം ചെന്ന സ്ത്രീകൾ ആദരപൂർവം പെരുമാറുകയും പരദൂഷണം ഒഴിവാക്കുകയും മദ്യപാനത്തിന് അടിമകളാകാതിരിക്കുകയും ചെയ്യണം. അവർ നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുന്നവരാകട്ടെ. ഭർത്താക്കന്മാരെയും മക്കളെയും സ്നേഹിക്കാൻ യുവതികളെ അവർ പരിശീലിപ്പിക്കട്ടെ. വിവേകവും ചാരിത്രശുദ്ധിയും കുടുംബജോലികളിൽ താൽപ്പര്യവും ദയാശീലവും ഭർത്താക്കന്മാരോട് വിധേയത്വവും ഉള്ളവരാകാനും പരിശീലിപ്പിക്കട്ടെ. ദൈവവചനം അപകീർത്തിപ്പെടാതിരിക്കാനാണിത്. ഇപ്രകാരം തന്നെ വിവേകബുദ്ധികളാകാൻ യുവാക്കന്മാരെ ഉദ്ബോധിപ്പിക്കുക. നീ എല്ലാവിധത്തിലും സൽപ്രവൃത്തികൾക്ക് മാതൃകയായിരിക്കുക.
നിന്റെ പ്രബോധനങ്ങളിൽ സത്യസന്ധതയും ഗൗരവബോധവും കുറ്റാരോപണമുക്തവും നിർദോഷവുമായ സംസാര രീതിയും പ്രകടമാക്കുക. നമ്മെപ്പറ്റി ഒരു കുറ്റവും പറയാനില്ലാതെ എതിരാളികൾ ലജ്ജിതരാകാനാണിത്. അടിമകൾ യജമാനന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കട്ടെ. എല്ലാ കാര്യങ്ങളിലും അവരെ പ്രീതിപ്പെടുത്തട്ടെ. എതിർത്ത് സംസാരിക്കാതിരിക്കട്ടെ. ഒന്നും അപഹരിക്കരുത്. എല്ലാ കാര്യങ്ങളിലും നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ പ്രബോധനം മൂടി പിടിപ്പിക്കും വിധം പൂർണ്ണവും ആത്മാർത്ഥവുമായ വിശ്വസ്തത പുലർത്തണം. എന്തെന്നാൽ എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്കായി ദൈവകൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അധർമ്മവും ലൗകിക മോഹങ്ങളും ഉപേക്ഷിക്കാനും ഈ ലോകത്തിൽ സമചിത്തതയും നീതിനിഷ്ഠയും ദൈവഭക്തിയുമുള്ള ജീവിതം നയിക്കാനും അത് നമ്മെ പരിശീലിപ്പിക്കുന്നു. അതേസമയം നമ്മുടെ വലിയവനായ ദൈവവും രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ മഹത്വത്തിൻ്റെ പ്രത്യക്ഷീകരണവും അനുഗ്രഹപൂർണമായ പ്രത്യാശയും നാം കാത്തിരിക്കുന്നു. യേശുക്രിസ്തു എല്ലാ തിന്മകളിലും നിന്ന് നമ്മെ മോചിപ്പിക്കുന്നതിനും സൽപ്രവൃത്തികളിൽ തീക്ഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കുന്നതിനുമായി നമ്മെ പ്രതി തന്നെ സമർപ്പിച്ചു. ഇക്കാര്യങ്ങൾ നീ പ്രഖ്യാപിക്കുക. തികഞ്ഞ അധികാരത്തോടെ നീ ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുക. ആരും നിന്നെ അവഗണിക്കാതിരിക്കട്ടെ. തീത്തോസ് അധ്യായം 3. ക്രിസ്തീയ ജീവിതചര്യ. ഭരണകർത്താക്കൾക്കും അധികാരികൾക്കും കീഴ്പ്പെട്ടിരിക്കാനും അനുസരണമുള്ളവരായിരിക്കാനും ഏത് സൽപ്രവൃത്തിക്കും സന്നദ്ധരായിരിക്കാനും ദൂഷണം പറയാതിരിക്കാനും കലഹിക്കാതിരിക്കാനും സൗമ്യരായിരിക്കാനും എല്ലാ മനുഷ്യരോടും തികഞ്ഞ ശാന്തത പ്രകടിപ്പിക്കാനും നീ അവരെ ഓർമ്മിപ്പിക്കുക. എന്തെന്നാൽ നാം തന്നെയും ഒരു കാലത്ത് മൂഢന്മാരും അനുസരണമില്ലാത്തവരും തെറ്റായ മാർഗത്തിലൂടെ നയിക്കപ്പെട്ടവരും പലതരം മോഹങ്ങൾക്കും സുഖേച്ഛകൾക്കും അടിമപ്പെട്ടവരും ദ്രോഹബുദ്ധിയിലും അസൂയയിലും ജീവിതം കഴിച്ചവരും മനുഷ്യരാൽ വെറുക്കപ്പെട്ടവരും പരസ്പരം വെറുക്കുന്നവരും ആയിരുന്നു. എന്നാൽ നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ നന്മയും കരുണാർദ്ര സ്നേഹവും വെളിപ്പെട്ടപ്പോൾ നമ്മുടെ നീതിയുടെ പ്രവൃത്തികൾ കൊണ്ടല്ല, പിന്നെയോ അവിടുത്തെ കാരുണ്യം മൂലം പരിശുദ്ധാത്മാവിൽ അവിടുന്ന് നിർവഹിച്ച പുനരുജ്ജീവനത്തിൻ്റെയും നവീകരണത്തിൻ്റെയും സ്നാനത്താൽ അവിടുന്ന് നമുക്ക് രക്ഷ നൽകി. ദൈവം നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിലൂടെയാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ സമൃദ്ധമായി വർഷിച്ചത്. അവിടുത്തെ കൃപയാൽ നാം നീതിമൽക്കരിക്കപ്പെടുന്നതിനും നിത്യജീവനെപ്പറ്റിയുള്ള പ്രത്യാശയിൽ നാം അവകാശികളാകുന്നതിനും വേണ്ടിയാണിത്. ഈ വചനം വിശ്വാസയോഗ്യമാണ്. ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവൃത്തികൾ ചെയ്യുന്നതിൽ ജാഗരൂകരായിരിക്കാൻ വേണ്ടി ഇക്കാര്യങ്ങളിൽ നീ നിർബന്ധിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇവയെല്ലാം ശ്രേഷ്ഠവും മനുഷ്യർക്ക് പ്രയോജനകരവുമാണ്. അതുപോലെ അർത്ഥശൂന്യമായ വാഗ്വാദങ്ങളിലും വംശാവലികളിലും കലഹങ്ങളിലും നിയമത്തെക്കുറിച്ചുള്ള തർക്കങ്ങളിലും നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. അവ പ്രയോജനരഹിതവും വ്യർത്ഥവുമാണ്. ഭിന്നത വളർത്തുന്ന ഒരുവന് 1 or 2 പ്രാവശ്യം മുന്നറിയിപ്പ് നൽകിയ ശേഷം അവനെ മാറ്റി നിർത്തുക. അവൻ വഴിപിഴച്ചവനും പാപത്തിൽ മുഴുകിയവനുമാണ്. അവൻ സ്വയം വ്യഥിച്ചിരിക്കുന്നു. ഞാൻ അർത്തേമാസിനെയോ തിക്കിക്കോസിനെയോ നിന്റെ അടുത്തേക്ക് അയക്കുമ്പോൾ നിക്കോപ്പോളിസിൽ എൻ്റെ അടുത്ത് വരാൻ നീ ഉത്സാഹിക്കണം. മഞ്ഞുകാലം അവിടെ ചെലവഴിക്കാനാണ് ഞാൻ നിശ്ചയിച്ചിരിക്കുന്നത്. നിയമജ്ഞനായ സേനാസിനെയും അപ്പോളോസിനെയും വേഗം യാത്രയാക്കുക. അവർക്കൊന്നിനും കുറവുണ്ടാകരുത്. നമ്മുടെ ജനങ്ങൾ അടിയന്തരാവശ്യങ്ങളിൽപ്പെട്ടവരെ സഹായിക്കുന്നതിനും പ്രയോജനരഹിതരാകാതിരിക്കുന്നതിനും വേണ്ടി സൽപ്രവൃത്തികളിൽ വ്യാപരിക്കാൻ പഠിക്കട്ടെ. എൻ്റെ കൂടെയുള്ളവരെല്ലാം നിനക്ക് അഭിവാദനങ്ങൾ അയക്കുന്നു. വിശ്വാസത്തിൽ ഞങ്ങളെ സ്നേഹിക്കുന്നവർക്കെല്ലാം അഭിവാദനങ്ങൾ അർപ്പിക്കുക. കൃപ നിങ്ങളെല്ലാവരോടും കൂടെ. സുഭാഷിതങ്ങൾ അധ്യായം 31 വാക്യങ്ങൾ 10 മുതൽ 15 വരെ. ഉത്തമയായ ഭാര്യ. സുഹൃതിനിയായ ഭാര്യയെ കണ്ടെത്തുന്നത് ആര്? അവളുടെ മൂല്യം രത്നങ്ങളെക്കാൾ അനർഘമാണ്. സ്വഭർത്താവിൻ്റെ ഹൃദയം അവളിൽ വിശ്വാസമർപ്പിക്കുന്നു. അവന് നേട്ടത്തിന് ഒരു കുറവുമില്ല. തൻ്റെ ജീവിതകാലം മുഴുവൻ അവൾ അവന് തിന്മയല്ല നന്മ ചെയ്യുന്നു. അവൾ കമ്പിളിയും ചണങ്ങളും അന്വേഷിക്കുകയും താൽപ്പര്യത്തോടെ തൻ്റെ കരതലങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു. അവൾ വ്യാപാരിയുടെ കപ്പലുകൾ പോലെയാണ്. അകലെ നിന്ന് തൻ്റെ ആഹാര സാധനങ്ങൾ അവൾ കൊണ്ടുവരുന്നു. രാവുമായും മുമ്പേ അവൾ ഉണരുന്നു. തൻ്റെ കുടുംബത്തിന് അവൾ ഭോജ്യം നൽകുന്നു, പരിചാരികമാർക്ക് നിർദ്ദേശവും. പ്രിയമുള്ളവരെ, 360-ാമത്തെ ദിവസം വെളിപാട് പുസ്തകത്തിൻ്റെ 4 മുതൽ 7 വരെ അധ്യായങ്ങളും തീത്തോസിൻ്റെ ലേഖനം 1 മുതൽ 3 വരെ അധ്യായങ്ങളുമാണ് നമ്മൾ വായിച്ചത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അജപാലനപരമായ കത്തുകളുടെ ഭാഗമാണ് തീത്തോസിൻ്റെ ലേഖനം. അപ്പോസ്തലനായ പൗലോസ് അജപാലകർക്ക് നൽകുന്ന, സഭാ നേതൃത്വത്തിന് നൽകുന്ന നിർദ്ദേശങ്ങളാണ് പ്രധാനമായും ഈ പുസ്തകത്തിൻ്റെ പ്രമേയം.
വെളിപാട് പുസ്തകത്തിൻ്റെ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യോഹന്നാന് കർത്താവ് സ്വർഗീയ ദർശനം കാണിച്ചു കൊടുക്കുകയാണ്. അദ്ദേഹം 24 ശ്രേഷ്ഠന്മാരെ കാണുന്നു. പഴയ നിയമത്തിലെ 12 ഗോത്രത്തലവന്മാരുടെയും പുതിയ നിയമത്തിലെ 12 അപ്പസ്തോലന്മാരുടെയും പ്രതീകാത്മകമായ ഒരു നമ്പറായിട്ടാണ് 24 അവതരിപ്പിച്ചിരിക്കുന്നത്. പഴയ നിയമത്തിലെ വിശുദ്ധരുടെയും പുതിയ നിയമത്തിലെ വിശുദ്ധരുടെയും സംഗമമായ സ്വർഗീയ സ്ഥലത്തെക്കുറിച്ചാണ് യോഹന്നാന് ദൈവം കാണിച്ചു കൊടുക്കുന്നത്. 4 ജീവികളെ കാണുന്നുണ്ട്. സിംഹം, കാള, മനുഷ്യൻ, കഴുകൻ. ഇങ്ങനെ 4 ജീവികൾ. ഈ 4 ജീവികൾ പ്രതിനിധാനം ചെയ്യുന്നത് പരമ്പരാഗതമായി വിശ്വസിക്കപ്പെടുന്നത് 4 സുവിശേഷകന്മാരെ, 4 സുവിശേഷങ്ങളെയാണ് എന്നുള്ളതാണ്. സ്വർഗത്തിൽ നടക്കുന്ന ആരാധനയാണ് 4-ാം അധ്യായം പ്രധാനമായും യോഹന്നാന് കാണിച്ചു കൊടുക്കുന്നത്. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സ്വർഗത്തിൽ കൊല്ലപ്പെട്ടതായി തോന്നുന്ന ഒരു കുഞ്ഞാട് നിൽക്കുന്നതായി യോഹന്നാൻ കാണുകയാണ്. കുഞ്ഞാട് നിൽക്കുന്നു എന്നുള്ളത് കൊല്ലപ്പെട്ട കുഞ്ഞാട് ജീവൻ പ്രാപിച്ച് ഉയർത്തെഴുന്നേറ്റ് വിജയം പ്രാപിച്ചു എന്നതിൻ്റെ സൂചനയാണ്. ദൈവത്തിൻ്റെ കയ്യിൽ ഒരു ചുരുൾ തുറക്കാൻ യോഗ്യനായി കുഞ്ഞാടിനെ മാത്രമാണ് കണ്ടെത്തുന്നത്. ഈ ചുരുൾ സൂചിപ്പിക്കുന്നത് രക്ഷാകര പദ്ധതി, അതുപോലെ ചരിത്രത്തെ സംബന്ധിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതി, അതിനെ സൂചിപ്പിക്കുന്ന ചുരുളാണിത്. മറ്റാർക്കും തുറക്കാൻ കഴിയാത്ത ഈ ചുരുൾ കുഞ്ഞാട് തുറക്കുന്നതായും എല്ലാവരും കുഞ്ഞാടിനെ ആരാധിക്കുന്നതായും യോഹന്നാൻ കാണുകയാണ്. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 6 മുദ്രകൾ തുറക്കുന്നതായും 6 മുദ്രകൾ തുറക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന സംഭവങ്ങളുമാണ് വിവരിച്ചിരിക്കുന്നത്. 1-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ ഒരു വെള്ളക്കുതിരയുടെ പുറത്ത് കയറി വരുന്ന ഒരാളെ കാണുന്നു. അയാൾ വിജയിയായിട്ടാണ് കടന്നു വരുന്നത്. 2-ാമത്തേത് ഒരു ചുവന്ന കുതിര, അത് യുദ്ധത്തെയും രക്തച്ചൊരിച്ചിലിനെയും സൂചിപ്പിക്കുന്നു. 3-ാമത്തേത് കറുത്ത കുതിരപ്പുറത്ത്, അത് ക്ഷാമത്തെ, വരൾച്ചയെ, പട്ടിണിയെ സൂചിപ്പിക്കുന്നു. 4-ാമത്തേതൊരു വിളറിയ കുതിര, അത് മരണത്തെ, പാതാളത്തെ സൂചിപ്പിക്കുന്നു. 5-ാമത്തെ മുദ്ര തുറക്കുമ്പോഴേക്കും ബലിപീഠത്തിൻ്റെ അടിയിൽ നീതിയുടെ നിർവഹണം കാത്തുകിടക്കുന്ന കൊല്ലപ്പെട്ട രക്തസാക്ഷികളുടെ ആത്മാക്കളെ കാണുകയാണ്. അവരോട് കാത്തിരിക്കാൻ നിർദ്ദേശം നൽകപ്പെടുന്നു. 6-ാമത്തെ മുദ്ര തുറക്കുമ്പോഴേക്കും ഭൂമിയിൽ ഒരു കോസ്മിക് അപ്ഹീവൽ ഉണ്ടാവുകയാണ്. ഭൂകമ്പവും അതുപോലെ സൂര്യൻ ഇരുണ്ടുപോകുന്ന അവസ്ഥയും നക്ഷത്രങ്ങൾ താഴേക്ക് പതിക്കുന്ന അവസ്ഥയുമൊക്കെ അനുഭവിക്കുന്ന സാഹചര്യങ്ങളാണ് യോഹന്നാൻ കാണുന്നത്. ഈ 4, 5, 6 അധ്യായങ്ങളിലൂടെ വരാൻ പോകുന്ന സംഭവങ്ങളെക്കുറിച്ച്, ചരിത്രത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് യോഹന്നാന് വെളിപ്പെടുത്തൽ നൽകപ്പെടുകയാണ്. നമ്മൾ ഈ അധ്യായങ്ങൾ വായിക്കുമ്പോൾ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇന്ന് അപ്പസ്തോലിക സഭകളുടെ പരിശുദ്ധ കുർബാന എന്ന ആരാധനയിൽ സന്നിവേശിപ്പിക്കപ്പെട്ടിരിക്കുന്ന അനേകം കാര്യങ്ങൾ ഈ അധ്യായങ്ങളിൽ കാണാൻ കഴിയും. ഒരു പ്രധാനപ്പെട്ട സൂചന പങ്കുവെച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. കൊല്ലപ്പെട്ടതായി തോന്നുന്ന ഒരു കുഞ്ഞാട് സിംഹാസനസ്ഥൻ്റെ മുമ്പിൽ നിൽക്കുന്നതായി യോഹന്നാൻ കാണുകയാണ്. അത് മരിച്ച് ഉയർത്തെഴുന്നേറ്റ, സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന ക്രിസ്തുവിൻ്റെ പ്രതീകമാണ്. പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് അവൻ ലോകം മുഴുവനും വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നതിൻ്റെ പ്രതീകമാണത്. സത്യത്തിൽ നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ദേവാലയങ്ങളിൽ, ബലിപീഠങ്ങളിൽ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനകൾ ഈ പുത്രൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയിലുള്ള, ഈ സ്വർഗീയ ആരാധനയിലുള്ള പങ്കുചേരലാണ്. അതുകൊണ്ടാണ് ഓരോ കുർബാനയിലും, എല്ലാ റീത്തുകളിലും വിശുദ്ധ കുർബാനയുടെ അനാഫറയിൽ ഉന്നതങ്ങളിലേക്ക് ഹൃദയങ്ങൾ ഉയർത്താനും സ്വർഗത്തിലേക്ക് വരാനുമുള്ള ആഹ്വാനം ഉണ്ട്. നമ്മുടെ ഹൃദയങ്ങൾ ഉന്നതങ്ങളിലേക്ക് ഉയർത്താൻ, നമ്മുടെ ഹൃദയങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്താനുള്ള ആഹ്വാനം എല്ലാ അനാഫറകളിലുമുണ്ട്. അത് സൂചിപ്പിക്കുന്നത് ഈ സ്വർഗീയ ആരാധനയാണ് യഥാർത്ഥ ആരാധന. കുരിശിൽ അർപ്പിച്ച ബലി പുത്രൻ പിതാവിൻ്റെ സന്നിധിയിൽ കാഴ്ചവെച്ചുകൊണ്ട് ലോകം മുഴുവനും വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന ആ സ്വർഗീയ കുർബാനയർപ്പണത്തിലുള്ള നമ്മുടെ പങ്കുചേരലാണ് ഭൂമിയിൽ നമ്മൾ അർപ്പിക്കുന്ന എല്ലാ ആരാധനകളും. പുത്രനാണ് ആരാധനയുടെ ലീഡർ. പുത്രൻ്റെ ബലിയിൽ നമ്മൾ ആത്മനാ പങ്കുചേരുന്നതാണ് ഓരോ കുർബാന അർപ്പണവും. അതുകൊണ്ട് തന്നെ ഈ സ്വർഗീയ ആരാധനയെക്കുറിച്ചുള്ള വിവരണം നമ്മൾ കേട്ടിട്ടുണ്ടാവും. അനേകം പ്രൊട്ടസ്റ്റൻ്റ് സഹോദരങ്ങൾ കത്തോലിക്ക വിശ്വാസത്തിലേക്ക്, അപ്പസ്തോലിക സഭയുടെ വിശ്വാസത്തിലേക്ക് മടങ്ങി വന്നത് ഈ വെളിപാട് പുസ്തകത്തിലെ ഈ സ്വർഗീയ ആരാധനയുടെ സൂക്ഷ്മമായ വിവരണങ്ങൾ വായിച്ചും ഗ്രഹിച്ചും ധ്യാനിച്ചും മനസ്സിലാക്കിയുമാണ്.
അതുകൊണ്ട് കൂടുതൽ ആഴമായി കുർബാനയെ സ്നേഹിക്കാൻ സഹായിക്കുന്ന അധ്യായങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വായനയുടെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദൈവം നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹീതമായ ഈ യാത്രയിൽ എനിക്കൊപ്പം വന്നതിന് ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു. എനിക്ക് വേണ്ടി നിങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കണം. നമ്മൾ കൃത്യമായി പറഞ്ഞാൽ ഇനി 5 ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ നമ്മുടെ വചന വായന പൂർത്തിയാവും. നിങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ സന്തോഷം ദൈവത്തിന് മഹത്വമായി, കർത്താവിന് നന്ദിയായി നമുക്ക് സമർപ്പിക്കാം. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെ വീണ്ടും ഈ വചനസ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കരുത്. ഞാൻ ഡാനിയേലച്ചൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുവരെ സ്നേഹിക്കാം, പ്രാർത്ഥിക്കാം, ഈശോയെ പങ്കുവെക്കാം, നല്ല അനുഗ്രഹത്തോടെ ജീവിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.